ഇന്ന് നമ്മുടെ ചാനൽ ചെയ്യുന്നത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് മിന്നൽ സർവീസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തുന്ന കട്ടപ്പന ഡിപ്പോയുടെ മിന്നൽ വിശേഷങ്ങളാണ്. ഏകദേശം കുറഞ്ഞ ടൈമിൽ ഓടിയെത്തുന്നൊരു മിന്നലാണ്. കുറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓടിയെത്തുന്നൊരു മിന്നലാണ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ മിന്നൽ സർവീസാണ്. ഇടുക്കിക്ക് 2 സർവീസുകളാണുള്ളത്. ഒന്ന് മൂന്നാറിനാണുള്ളത്, മറ്റൊന്ന് കട്ടപ്പനയ്ക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടപ്പന മിന്നലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ടിട്ട് കൊട്ടാരക്കര, കോട്ടയം, തൊടുപുഴ, പിന്നെ ഒരു സ്റ്റോപ്പ് വരുന്നത് ചെറുതോണി, നേരെ കട്ടപ്പനയ്ക്ക്. അപ്പോൾ ഇത്രയും സ്റ്റോപ്പുകളാണ് ട്രിവാൻഡ്രത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് ഈ ഒരു സർവീസിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു സർവീസിൻ്റെ വിശേഷങ്ങളാണ്. മേഖലയ്ക്ക് ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ട്രിവാൻഡ്രം KSRTC ഡിപ്പോയിലാണുള്ളത്. ഇതേ സമയം 10:57. നമുക്ക് പോകാനുള്ള കട്ടപ്പന മിന്നൽ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. കട്ടപ്പന, ട്രിവാൻഡ്രം, തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര വഴി കട്ടപ്പന, അതാണ് റൂട്ട് വരുന്നത് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര, കോട്ടയം, തൊടുപുഴ വഴി കട്ടപ്പന, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി ജില്ലയുടെ രണ്ടാമത്തെ മിന്നലാണ്. ഒരു മിന്നലുള്ളത് മൂന്നാറിനാണ്. ആ ഒരു മിന്നൽ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു 11:15 ഇവിടുന്ന് പോകും. ഇത് 11:55 ഇവിടുന്ന് പോകുന്നത്. 6 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു സർവീസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വണ്ടി ATC 97 ED 201, കൊട്ടാരക്കര, കോട്ടയം, തൊടുപുഴ, ചെറുതോണി വഴി കട്ടപ്പന. കട്ടപ്പനയ്ക്ക് പോകുന്ന മിന്നൽ ഇവിടെ കിടക്കുന്നു. ഇത് തൊട്ടപ്പുറത്തെ ട്രാക്കിൽ നമുക്കവിടെ മൂന്നാർക്ക് പോകുന്ന മിന്നലും കാണാം കേട്ടോ. സമയം അങ്ങനെ 11:15. നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കിടക്കുന്നത് കട്ടപ്പനയുടെ മിന്നലാണ്. തൊട്ടപ്പുറത്ത് നിങ്ങളൊരു മിന്നൽ കിടക്കുന്നുണ്ടോ. തിരുവനന്തപുരം ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന കോഴിക്കോടേക്ക് പോകുന്ന മിന്നലാണ്. ഈ ഒരു വണ്ടി പോയതിന് ശേഷം ലാസ്റ്റ് പോകുന്ന മിന്നലാണ് കേട്ടോ. അത് കോഴിക്കോടിന് പോകുന്ന മിന്നൽ ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. അവർ സമയം 4:45, അവർ 12 മണിക്കാന്ന് തോന്നുന്നു കേട്ടോ. ബട്ട് നേരത്തെ ഒന്നും അറിയത്തില്ല, ബുക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയ തെറ്റുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു കട്ടപ്പന മിന്നലാണ് ഇവിടുന്ന് ലാസ്റ്റ് പുറപ്പെടുന്ന മിന്നൽ കേട്ടോ. അതായത് 11:55. ആ ഒരു വണ്ടി 11:45, അതായത് കോഴിക്കോട് വണ്ടി 11:45 പോകുന്ന വണ്ടിയാണ്. അത് കറക്റ്റ് ടൈമിനാണ് പോയത്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പോകും 11:55. സമയം 11:57. നമ്മൾ ട്രിവാൻഡ്രം KSRTC പുറപ്പെട്ടു. ലെയ്ലാൻഡ് വണ്ടിയാണ്. എൻജിൻ നോയ്സ് ഞാൻ കേട്ടെടുത്തോളം കുറച്ച് സ്വീറ്റാണ് കേട്ടോ. വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. വണ്ടി അത്ര കിലോമീറ്റർ ഓടുന്നുള്ളൂ, അതുകൊണ്ടാണ്. നമ്മളെ ബാക്കിയുള്ള ആ ഒരു കണ്ണൂർ മിന്നലും സുൽത്താൻ ബത്തേരി മിന്നൽ പോലൊന്നും ഈ ഒരു വണ്ടി ദൂരം കുറവാണ് ഈ ഒരു വണ്ടിക്ക്. മൊത്തത്തിൽ എന്താ പറയുക, വിജനമായി കിടക്കുന്ന റോഡ്. നമ്മളെ രാത്രി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊട്ടാരക്കര.
ആളുകളൊന്നും ഇല്ലാത്ത കാലിയായിട്ട് കിടക്കുന്ന രാത്രിയിൽ MC റോഡ്. കോട്ടയം അടിമാലി, കോട്ടയത്ത് നിന്ന് കോട്ടയം മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി വഴി മൂന്നാർക്ക് സർവീസ് നടത്തുന്ന ഒരു KCF-ൻ്റെ സൂപ്പറാണ് കേട്ടത്. വണ്ടി പോകുന്നത് മൂന്നാർ സെറ്റിനെ നമ്മൾ കിടത്തി കേട്ടോ. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ കയറാണ്. സമയം 1:05. നമുക്ക് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് തൊട്ട് സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റാണ് കേട്ടത്.
നമ്മളങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് വിട്ടു. നമ്മളങ്ങനെ കൊട്ടാരക്കര വിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയാണ്. 2:40 കോട്ടയം ടൈം. നമ്മളങ്ങനെ കോട്ടയം എത്തി കേട്ടോ. കോട്ടയം സമയം 2:21. കോട്ടയം KSRTC നമ്മുടെ ഈ ഒരു വണ്ടിയുടെ 2ാമത്തെ സ്റ്റോപ്പ്. കോട്ടയം KSRTC ഡിപ്പോയിൽ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുകയാണ് കേട്ടോ. മിന്നൽ വണ്ടി ഇവിടെ കിടക്കുകയാണ്. ഇഷ്ടംപോലെ സൂപ്പർ ഫാസ്റ്റ് അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു നിരയിൽ തന്നെ 1, 2, 3, 4, 5, 6 അങ്ങനെ അറ്റം വരെ കാണാം. സമയം 2:33. നമ്മൾ കോട്ടയത്ത് നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൊടുപുഴയാണ്.
3:50 കേട്ടോ നെക്സ്റ്റ് സ്റ്റോപ്പ്, തൊടുപുഴ സ്റ്റോപ്പ്. നമ്മൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ പാല വഴിയാണ് തൊടുപുഴയ്ക്ക് പോകുന്നത്. നമ്മളങ്ങനെ ഏറ്റുമാനൂർ എത്തി. ഏറ്റുമാനൂർ നമ്മൾ റൈറ്റ് കട്ട് ചെയ്തിട്ട് പാല റൂട്ടിലേക്ക് പോവാണ്. നമ്മളങ്ങനെ തൊടുപുഴ സ്റ്റാൻഡിലെത്തി കേട്ടോ. സമയം നോക്കിക്കോ 3:29. നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇനി ചെറുതോണിക്കൊരു സ്റ്റോപ്പുണ്ട് കേട്ടോ. ചെറുതോണി കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് കട്ടപ്പന. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ കട്ട് സെക്ഷനാണ്. വളഞ്ഞും വളഞ്ഞും കിടക്കുന്ന റോഡുകളാണ്. മൊത്തത്തിൽ റോഡിൽ ആ ഒരു സ്പീഡ് ബ്രേക്കേഴ്സില്ലേ, അത് എനിക്ക് വരികയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ,
അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയം 4 മണിയായി. നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ കുളമാവ് ഡാം, അതായത് ഇടുക്കിയിലെ ഫേമസ് ആയിട്ടുള്ള ഡാമാണ്. ഈ ഒരു കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കുളമാവ് ഡാം. നമ്മളങ്ങനെ ചെറുതോണി ടൗണിലെത്തി. ചെറുതോണി ടൗൺ സമയം 5 മണി. 5 മണിക്ക് ചെറുതോണി ടൗൺ. ചെറുതോണി നമ്മളങ്ങനെ ചെറുതോണി വിട്ടു. ചെറുതോണി പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കട്ടപ്പന. കഴിഞ്ഞ തവണ നമ്മൾ കട്ടപ്പനയിൽ നിന്നും പയ്യന്നൂർ ഡിപ്പോടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടപ്പന ടു തലശ്ശേരി. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം ഈ ഒരു റൂട്ടിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്.
ഒരു സെയിം റൂട്ടിൽ കൂടെയാണ് പോയിട്ടുണ്ടായത്. നമ്മൾ വന്നേക്കുന്നത് തൊടുപുഴ ഭാഗത്തു നിന്നാണ്. നമ്മളന്ന് പോയിട്ടുണ്ടായത് നേരെ ആ ഒരു കോതമംഗലം ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് ആ ഒരു ഇടുക്കിയുടെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല, മൊത്തത്തിൽ നേരിടാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയും നമുക്ക് അതിൻ്റെ ഒരു ഡാമിൻ്റെ ഒരു വശങ്ങൾ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ആ ഒരു കുളമാവ് ഡാം കടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വേറൊരു വശം, അതായത് ആർച്ച് ഡാമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഏകദേശം ഒരു ചെറുതായിട്ടും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്ന കട്ടപ്പന തലശ്ശേരി വീഡിയോയിൽ നമുക്ക് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സമയം അങ്ങനെ 5:35 നമ്മളങ്ങനെ കട്ടപ്പന ഏകദേശം എത്താറായി. നമ്മളങ്ങനെ കട്ടപ്പന എത്തി കേട്ടോ. സമയം നോക്കിക്കോ, 5:41, 6:05 സമയം. ബട്ട് നമ്മൾ നേരത്തെ എത്തി. നമ്മൾ നേരെ പോയി ഇറങ്ങുന്നത് ഇവിടെ ഈ ഒരു പുതിയ സ്റ്റാൻഡിലാണ്. KSRTC സ്റ്റാൻഡിൽ പോകുന്നില്ല, നമ്മളിവിടെ പുതിയ സ്റ്റാൻഡിലാണ് ഇറങ്ങുന്നത്. അപ്പം ഞാനെന്തായാലും ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കട്ടപ്പന KSRTC.